രാഷ്ട്രീയത്തിലെ നിർണായകമായ ചതുരംഗക്കളികളും മനുഷ്യ മനസാക്ഷി നടക്കുന്ന ക്രൂരതകളും ഒപ്പം മഞ്ഞിൽ വിരിഞ്ഞ അത്ഭുത കാഴ്ചകളുമായി ഇന്ന് ലോകം അക്ഷരാർത്ഥത്തിൽ വാർത്തകളുടെ ഒരു പ്രവാഹത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 39 രാജ്യങ്ങൾക്ക് മേൽ യാത്രാവിലക്ക് കടുപ്പിക്കുകയും പലസ്തീനിയൻ അതോറിറ്റിയുടെ പാസ്പോർട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുമ്പോൾ ഗാസയിലെ സമാധാന സേനയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ വാഷിംഗ്ടൺ നടത്തുന്ന നീക്കം ജനറൽ അസീം മുനീറിന് മുന്നിൽ വലിയൊരു കെണിയായി മാറുകയാണ്. അതേസമയം പശ്ചിമേഷ്യൻ സങ്കീർണതകൾക്കിടയിലും ഇസ്രായേലുമായി പ്രതിരോധ സാങ്കേതിക മേഖലകളിൽ പുതിയ കരാറുകൾ ഉറപ്പിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയതന്ത്ര വിജയം നേടുമ്പോൾ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ട വിഖ്യാത സംവിധായകൻ റോബ് റെയ്നറുടെയും ഭാര്യയുടെയും മരണം ഹോളിവുഡിനെ കണ്ണീരിലാട്ടുന്നു. ഈ വാർത്തകൾക്കിടയിൽ പ്രത്യാശയുടെയും വിസ്മയത്തിന്റെയും തിളക്കവുമായി ചൈനയിലെ ഹാർബിൻ ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് സ്നോ തീം പാർക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ്. ലോകത്തെ മാറ്റിമറിക്കുന്ന ഈ വാർത്തകളിലേക്ക് കടക്കാം. വെൽക്കം ടു ലോക. ലോകത്തിലെ ഏറ്റവും വലിയ അവസരങ്ങളുടെ കവാടമായ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഇപ്പോൾ വളരെ വലിയൊരു ഡിസ്ക്രിമിനേറ്റീവായ, അതായത് വിവേചനപരമായ വെരിഫിക്കേഷൻ ടേബിളിന് മുകളിലാണ്. 39 രാജ്യങ്ങൾക്ക് യുഎസിലേക്കുള്ള വാതിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ അതിലും വലിയ വാർത്ത ഇതാണ്: രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പോലും അധിക സുരക്ഷാ പരിശോധനകൾ ഏർപ്പെടുത്തിയെന്നതാണ്. എന്താണ് ഈ ഇമിഗ്രേഷൻ ക്രാക്ക് ഡൗൺ 2.0? വിശദാംശങ്ങൾ അറിയാം. മുൻപും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ ലോകം ഇത്തരം വിലക്കുകൾ കണ്ടിട്ടുണ്ട്. 2017 പ്രധാനമായും ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, സിറിയ, യമൻ എന്നിവ ഉൾപ്പെടെയുള്ള 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. മുസ്ലിം ബാൻ എന്ന് വിമർശകർ വിളിച്ച ഈ നീക്കം ദേശീയ സുരക്ഷയുടെ പേരിലാണ് ട്രംപ് ന്യായീകരിച്ചത്. ഇപ്പോൾ ആ നയത്തിന് ഒരു ബ്രാൻഡ് ന്യൂ ലുക്ക് നൽകിയിരിക്കുകയാണ്. ഇത്തവണ 30-ലധികം രാജ്യങ്ങളെ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ ഹോൾമാർക്ക് പോളിസിയായിരുന്ന യാത്രാവിലക്ക് കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ കടുപ്പമേറിയ വ്യവസ്ഥകളോടെയാണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഭീഷണികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റത്തിലെ പോരായ്മകൾ, കൂടാതെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്നവരുടെ ഉയർന്ന നിരക്ക് എന്നിവയാണ് വൈറ്റ് ഹൗസ് ഈ തീരുമാനത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ പ്രഖ്യാപനം വഴി മൊത്തം 39 രാജ്യങ്ങളാണ് കംപ്ലീറ്റും അതുപോലെ പാർഷ്യലുമായ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ വരുന്നത്. പുതിയ പ്രഖ്യാപനത്തിൽ ഏറ്റവും കടുപ്പമേറിയ സമ്പൂർണ്ണ വിലക്ക്, അതായത് കംപ്ലീറ്റ് ബാൻ നേരിടുന്ന രാജ്യങ്ങൾ ഇത്തവണ കൂടുതലാണ്. പലസ്തീൻ പട്ടികയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന നീക്കം ഇതാണ്. പലസ്തീൻ അതോറിറ്റി നൽകുന്ന യാത്രാരേഖകൾ നിലവിൽ സുരക്ഷാ പരിശോധനകൾക്ക് മതിയാവില്ല എന്ന കാരണം പറഞ്ഞ് അവിടുത്തെ പൗരന്മാർക്ക് US പ്രവേശനത്തിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. നിലവിലെ ഗാസ വെസ്റ്റ് ബാങ്ക് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നീക്കം വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം. പിന്നാലെ സിറിയ. മുൻപത്തെ വിലക്കിലുണ്ടായിരുന്ന സിറിയ സ്ഥിരമായി റെഡ് ലിസ്റ്റിൽ തുടരുകയാണ്. തീവ്രവാദ ഭീഷണികളും മതിയായ തിരിച്ചറിയൽ രേഖകൾ നൽകുന്നതിലുള്ള പോരായ്മകളും കാരണമാക്കി ചൂണ്ടിക്കാട്ടുന്നു. ബുർക്കിന ഫാസോ, മാലി, നൈജർ, സൗത്ത് സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സുരക്ഷാ പരിശോധനകളിലെ അപര്യാപ്തകളുമാണ് വിലക്കിന് കാരണം. മുൻപ് ഭാഗികമായ, അതായത് പാർഷ്യലായ ബാൻ ഉണ്ടായിരുന്ന ലാവോസ്, സിയറ ലിയോൺ എന്നീ രാജ്യങ്ങൾക്കും ഇപ്പോൾ സമ്പൂർണ്ണ വിലക്ക് ബാധകമായിട്ടുണ്ട്. ഇവിടെ കൂടാതെ ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഹെയ്തി, എറിത്രിയ, സൊമാലിയ, ലാവോസ് തുടങ്ങി മൊത്തം 12 രാജ്യങ്ങൾ പൂർണ്ണ വിലക്ക് നേരിടുന്നു. ഇനി പല രാജ്യങ്ങൾക്കും പാർഷ്യൽ റെസ്ട്രിക്ഷൻസ്, അതായത് ഭാഗിക നിയന്ത്രണങ്ങൾ മാത്രമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രാജ്യങ്ങൾ ഇതാണ്: നൈജീരിയ, സുഡാൻ, അംഗോള, ഗാംബിയ, ടാൻസാനിയ, ബുരുണ്ടി. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ടൂറിസ്റ്റ്, അതായത് B1, B2, പിന്നെ അതുപോലെ സ്റ്റുഡന്റ് FM, പിന്നെ എക്സ്ചേഞ്ച് വീസകൾ J തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് വീസകൾ ലഭിക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വീസക്കാർക്ക് അനുവദിച്ച കാലാവധിക്ക് ശേഷവും US-ൽ തങ്ങുന്നതിന്റെ ഉയർന്ന നിരക്ക്, ഉദാഹരണത്തിന് എറിത്രിയയിൽ നിന്നുള്ള വിദ്യാർത്ഥി വീസ ഓവർസ്റ്റേ നിരക്ക് 55% കടന്നതായി വൈറ്റ് ഹൗസ് പറയുന്നു. ഇതാണ് കാരണമായി വൈറ്റ് ഹൗസ് പറയുന്നത്. ഈ വിലക്ക് എല്ലാ പൗരന്മാർക്കും ബാധകമല്ല. US-ൽ നിയമപരമായ സ്ഥിരതാമസക്കാർ, ലോഫുൾ പെർമനന്റ് റെസിഡൻസ്, നിലവിൽ സാധുവായ വീസ ഉള്ളവർ, US-ന്റെ താൽപര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന നയതന്ത്രജ്ഞർ, അത്ലറ്റുകൾ തുടങ്ങിയവർക്ക് ഈ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്.
എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം അഡോപ്റ്റഡ് കുട്ടികൾക്കും US പൗരന്മാരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരുന്ന ചില ഓട്ടോമാറ്റിക് എക്സെംഷനുകൾ എടുത്തു മാറ്റിയത് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ നടപടിക്കെതിരെ US-ലും അന്താരാഷ്ട്ര തലത്തിലും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇത് വംശീയവും വിവേചനപരവുമാണെന്നും കുടുംബങ്ങളെ ശിഥിലമാക്കുമെന്നും US-ന്റെ അന്താരാഷ്ട്ര സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം ലോകത്തിന് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. നാഷണൽ സെക്യൂരിറ്റി എന്ന പേരിൽ കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുടെ സ്വപ്നങ്ങളും അവരുടെ കരിയറും അവരുടെ കുടുംബങ്ങളും അവരുടെ മോഹങ്ങളും ഒക്കെ ഒരു ബട്ടൺ അമർത്തി അവസാനിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഈ വിവാദ ഉത്തരവ് ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ഈ പുതിയ വിസ ഡെഡ് എൻഡ് ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സ്വപ്നങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ട്രംപിന്റെ പുതിയ വിസ ഫിൽട്ടർ ലോക രാഷ്ട്രീയത്തിൽ എന്തെല്ലാം ചലഞ്ചുകൾ സൃഷ്ടിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു കൂട്ടുകെട്ട് കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജെറുസലേമിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. വെറും സൗഹൃദ സന്ദർശനമല്ല ഇത്, വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ന് വേണം പറയാൻ. പുതിയ യുഗത്തിലെ പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തത്തെക്കുറിച്ച് എന്താണ് ഇരുവരും ചർച്ച ചെയ്തത്? വിശദാംശങ്ങൾ പരിശോധിക്കാം. ഡിസംബർ 16-ന് ഇസ്രായേലിൽ എത്തിയ ഡോക്ടർ എസ് ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് വിശദമായ ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ അദ്ദേഹം നെതന്യാഹുവിനെ അറിയിച്ചു. ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന സങ്കീർണമായ റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസ് ആയിരുന്നു ചർച്ചയുടെ പ്രധാന കേന്ദ്രബിന്ദു. പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ആഗോളതലത്തിലെ സുരക്ഷാ വെല്ലുവിളികളും സമാധാന ശ്രമങ്ങളും ഇരുവരും വിശകലനം ചെയ്തു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുമെന്നും പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ക്രിയാത്മകമായ പങ്കിനെ നെതന്യാഹു പ്രശംസിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ നെടുംതൂണ് എന്ന് പറയുന്നത് ഡിഫൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഈ ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാനാണ് ഈ സന്ദർശനത്തിൽ തീരുമാനമായത്. ഒന്നാമതായി ടെക്നോളജി പാർട്ട്ണർഷിപ്പ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി എന്നീ മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ അതായത് ജോയിന്റ് വെഞ്ചേഴ്സ് ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേലി സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ജയശങ്കർ ഊന്നി പറഞ്ഞു. അടുത്തത് സുരക്ഷാ സഹകരണം. അതിർത്തി സംരക്ഷണം, ഡ്രോൺ സാങ്കേതികവിദ്യ, ഇന്റലിജൻസ് ഷെയറിംഗ് എന്നിവയിൽ പുതിയ കരാറുകളിലേക്ക് ഇരു രാജ്യങ്ങളും അടുക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രായേലുമായുള്ള ബന്ധം ഇന്ത്യയുടെ സുരക്ഷാ മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കുമെന്ന് തീർച്ച. ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ ആകർഷണം മറ്റൊന്നാണ്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിർദ്ദിഷ്ട ഇന്ത്യ സന്ദർശനത്തിനുള്ള പ്രിപ്പറേഷൻസ് ജയശങ്കർ നേരിട്ട് വിലയിരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നെതന്യാഹു ഇന്ത്യയിലെത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുമെന്ന് തീർച്ചയാണ്. ഈ സന്ദർശന വേളയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് ഡീലുകളും പ്രതിരോധ കരാറുകളും ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നയതന്ത്ര വിദഗ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റ് പോളിസിയും ഇസ്രായേലിന്റെ ഗ്ലോബൽ ഔട്ട്റീച്ചും ഇവിടെ സംഗമിക്കുന്നു. ഈ സന്ദർശനത്തിനിടെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് ജയശങ്കർ ശക്തമായി അപലപിച്ചു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്ന നിരന്തരമായ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഇന്ത്യയും ഇസ്രായേലും ഭീകരതയ്ക്കെതിരെ ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് ഈ കൂടിക്കാഴ്ച ഒരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുത്തു. ജയശങ്കറിന്റെ ഈ സന്ദർശനം വെറും ഒരു ഉഭയകക്ഷി ചർച്ചയല്ല. I2U2 പോലുള്ള കൂട്ടായ്മകൾ, അതായത് അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധവും അതേസമയം ഇസ്രായേലുമായുള്ള ഈ ആത്മബന്ധവും ഇന്ത്യയുടെ നയതന്ത്ര പക്വതയുടെ അടയാളമാണ് എന്ന് വേണം പറയാൻ. ഏതു പക്ഷം പിടിക്കണമെന്നല്ല, മറിച്ച് സ്വന്തം താൽപര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന ജയശങ്കർ സ്റ്റൈൽ നയതന്ത്രം ഇവിടെയും വിജയിക്കുകയാണ്. ചുരുക്കത്തിൽ ഡൽഹിയും ജെറുസലേമും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ കരുത്തും സുരക്ഷയുടെ ഉറപ്പും ഒത്തുചേരുമ്പോൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ലോകത്തിന് പുതിയൊരു മാതൃകയാകുന്നു എന്ന് വേണം പറയാൻ. നെതന്യാഹുവിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം ഏഷ്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോളിവുഡ് സിനിമകളിലെ സസ്പെൻസ് ത്രില്ലറുകളെ പോലും വെല്ലുന്ന ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോസ് ഏഞ്ചലസിൽ നിന്ന് പുറത്തു വരുന്നത്. ലോകം ആരാധിക്കുന്ന വിഖ്യാത സംവിധായകൻ വെൻ ഹാരി മെറ്റ് സാലി, എ ഫ്യൂ ഗുഡ് മെൻ തുടങ്ങിയ ക്ലാസിക് സിനിമകളുടെ സൃഷ്ടാവ് റോബ് റെയ്നറും പത്നി മിഷേലും കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതിയാകട്ടെ അവരുടെ സ്വന്തം മകൻ നിക് റെയ്നറും. ആ മാതാപിതാക്കൾക്ക് മകന്റെ കൈകൊണ്ട് ഇത്തരം ഒരു അന്ത്യമുണ്ടാകാൻ കാരണം എന്താണ്? സ്നേഹിച്ചു കുതിതീരാത്ത മാതാപിതാക്കളെ നിക് എന്തിനു വകവരുത്തി? ആ കറുത്ത രാത്രിയിലെ മിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. 2025 ഡിസംബർ 14 ഞായറാഴ്ച വൈകുന്നേരമാണ് ലൊക്കേഷനെ വിറപ്പിച്ച, ഹോളിവുഡിനെ ഒന്നാകെ കരയിപ്പിച്ച ആ വാർത്ത പുറത്തുവരുന്നത്. റോബ് റെയ്നറെയും ഭാര്യ മിഷേൽ സിംഗർ റെയ്നറെയും
അവരുടെ ബ്രെൻവുഡിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 78 വയസ്സുകാരനായ റോബിനും 70 വയസ്സുകാരിയായ മിഷേലിനും ഒരു സർവൈവൽ ചാൻസ് പോലും നൽകാതെയാണ് കൊലപാതകി അവരെ ആക്രമിച്ചത്. മൃതദേഹങ്ങളിൽ കണ്ട മുറിവുകൾ ഇതിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നു. ഇരുവരുടെയും മകൾ റോമിയാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 32 വയസ്സുകാരനായ മകൻ നിക് റെയ്നറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഒരു കത്തി ഉപയോഗിച്ചാണ് നിക് തന്റെ മാതാപിതാക്കളെ വകവരുത്തിയത്. നിലവിൽ നിക്കിനെതിരെ 2 ഫസ്റ്റ് ഡിഗ്രി മർഡർ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള രാത്രിയിൽ നടന്ന കാര്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമാണ്. പ്രശസ്ത കൊമേഡിയൻ കൊനാൻ ഒബ്രിയാൻ സംഘടിപ്പിച്ച ക്രിസ്മസ് പാർട്ടിയിൽ റോബും മിഷേലും നിക്കും പങ്കെടുത്തിരുന്നു. എന്നാൽ അവിടെ നിക്കിന്റെ പെരുമാറ്റം അതിഥികളെ ആകെ അസ്വസ്ഥരാക്കിയെന്നാണ് സോഴ്സസ് പറയുന്നത്. ഈ ഒരു പാർട്ടിയിൽ വെച്ച് റോബും മകൻ നിക്കും തമ്മിൽ വലിയൊരു വാക്തർക്കം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഉറക്കെയായിരുന്നു ഈ ഒരു തർക്കം. പാർട്ടിയിൽ പങ്കെടുത്ത സെലിബ്രിറ്റികളോടെല്ലാം നിങ്ങൾ ശരിക്കും ഫേമസ് ആണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചും വിചിത്രമായി പെരുമാറിയും നിക്ക് അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാക്കിയതായി അതിഥികൾ പറയുന്നു. മകന്റെ ഈ സ്വഭാവം റോബിനെയും മിഷേലിനെയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. നിക്കിന്റെ മാനസിക നില തെറ്റുകയാണോ എന്നവർ ആ രാത്രി സുഹൃത്തുക്കളോട് ആശങ്ക പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ ആ രാത്രി പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമുള്ള തർക്കമായിരിക്കാം ഈ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത്. നിക്കിന്റെ മാനസിക നില മോശമാകുന്നതിൽ റോബും മിഷേലും അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നുവെന്ന് അവരുടെ സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നു. മകൻ തങ്ങളെ ഉപദ്രവിക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഒരു വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും നിക്കിന്റെ ജീവിതമെന്നും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മയക്കുമരുന്നിന് അടിമയായ നിക്ക് 15 വയസ്സ് മുതൽ ഏകദേശം 17 തവണയെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ പോയിട്ടുണ്ട്. ഇടക്കാലത്ത് റോഡ് സൈഡിൽ അലഞ്ഞു നടന്നിരുന്ന നിക്കിനെ മാതാപിതാക്കൾ തന്നെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തന്റെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി പിതാവ് റോബിനൊപ്പം ചേർന്ന് നിക്ക് ബീയിങ് ചാർലി എന്ന സിനിമ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഇവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതായി തോന്നിയിരുന്നുവെങ്കിലും ഉള്ളിലെ വിദ്വേഷം മാറിയിരുന്നില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കൊലപാതകത്തിനു ശേഷം വളരെ ശാന്തനായി ഒരു ഗ്യാസ് സ്റ്റേഷനിലൂടെ നടന്നു പോകുന്ന നിക്കിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്നാണ് നിക്കിനെ പോലീസ് വളഞ്ഞതും കീഴടക്കിയതും. കത്തി ഉപയോഗിച്ചാണ് നിക്ക് മാതാപിതാക്കളുടെ കഴുത്തറുത്തതെന്ന് ഡിസ്ട്രിക്ട് അറ്റോർണി സ്ഥിരീകരിച്ചു. കുറ്റം തെളിയിക്കപ്പെട്ടാൽ നിക്കിന് വധശിക്ഷ അല്ലെങ്കിൽ പരോളില്ലാത്ത ജീവപര്യന്തം ശിക്ഷ വരെ ലഭിച്ചേക്കാം. സ്നേഹിച്ച മാതാപിതാക്കളെ തന്നെ ഇല്ലാതാക്കിയ നിക്കിന്റെ ഈ ഒരു ക്രൂരത ഹോളിവുഡിന് എന്നും ഒരു വേദനയായിരിക്കും. മയക്കുമരുന്നും മാനസിക പ്രശ്നങ്ങളും എങ്ങനെ ഒരു കുടുംബത്തെ തകർക്കുമെന്നതിന്റെ ഭയാനകമായ ഒരു ഉദാഹരണമാണിത്. നീതിപീഠത്തിന്റെ അന്തിമ വിധി എന്താകും? റെയ്നർ ഫാമിലിയിലെ ഈ തകർച്ചയ്ക്ക് നീതി ലഭിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെൻസേഷണൽ വാർത്തയാണിത്. സ്വന്തം നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞു പോകാമെന്ന് കരുതിയ പാകിസ്ഥാൻ സൈന്യത്തിന് ദേ വരുന്നു അമേരിക്കയുടെ വക ഒരു കിടിലൻ ജോബ് ഓഫർ. സംഗതി സിമ്പിളാണ്. ഗാസയിലെ വെടിവയ്പ്പിനിടയിൽ പോയി നിൽക്കണം. ലോകം മുഴുവൻ കൈയൊഴിഞ്ഞ ഗാസയിലെ സുരക്ഷാ ചുമതല ഇപ്പോൾ പാക് സൈന്യത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് വാഷിംഗ്ടണിന്റെ പ്ലാൻ. യുദ്ധം തകർത്ത ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് ഒരു പുതിയ പ്ലാൻ ഉണ്ട്. അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ ഇറക്കുക, അത്രയുള്ള കാര്യം. ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ സംബന്ധിച്ച് ഇതൊരു അഗ്നി പരീക്ഷയാണ് എന്ന് വേണം പറയാൻ. അമേരിക്കയെ സഹായിക്കണോ അതോ സ്വയം കസേര സംരക്ഷിക്കണോ? എന്തുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? മുനീറിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ ഡിപ്ലോമാറ്റിക് ഡ്രാമ എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. ഗാസയിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു കഴിഞ്ഞു. ഇനി അവിടെ സമാധാനമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് ഒരു സേഫ് ഗാംബ്ലിംഗ് വേണം. അറബ് രാജ്യങ്ങളോട് സൈന്യത്തെ അയക്കാൻ ചോദിച്ചപ്പോൾ അവർ കൈയൊഴിഞ്ഞതോടെയാണ് പണ്ട് തൊട്ടേ അമേരിക്ക പറയുന്നത് എന്തും അനുസരിച്ച് ശീലമുള്ള പാകിസ്ഥാനെ പറ്റി വൈറ്റ് ഹൗസിന് ഓർമ്മ വന്നത്. ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഹമാസും നിൽക്കുമ്പോൾ അതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തെ ബലിമൃഗമായി നിർത്താനാണ് അമേരിക്കൻ നീക്കം. ഇതിനവർ നൽകുന്ന വാഗ്ദാനം മറ്റൊന്നുമല്ല, കുറച്ച് ഡോളറുകൾ. പണമില്ലാതെ വലയുന്ന പാകിസ്ഥാന് ഇതിലും നല്ലൊരു ഓഫർ ആര് നൽകാനാണ്? ഗാസയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന സാഹചര്യത്തിൽ അവിടെ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഒരു മൾട്ടിനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നിയോഗിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാന്റെ സൈന്യം അവിടെ ഉണ്ടാകുന്നത് ഗാസയിലെ ജനങ്ങൾക്കും ഹമാസിനും കൂടുതൽ സ്വീകാര്യമാകുമെന്നാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. പാക് ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ സംബന്ധിച്ച് ഇതൊരു മേജർ ചലഞ്ച് തന്നെയാണ്. സാധാരണ നിലയിൽ പാകിസ്ഥാൻ പണത്തിനു വേണ്ടി എന്തിനും തയ്യാറാണ്. പക്ഷേ ഇത് ഗാസയാണ്. ഇതൊരു ചലഞ്ച് ആകുന്നതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി. പാകിസ്ഥാൻ നിലവിൽ അതിഭീകരമായ സാമ്പത്തിക തകർച്ചയിലാണ്. അമേരിക്കയുടെയും IMFന്റെയും സഹായം അവർക്ക് അത്യാവശ്യവുമാണ്. ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ അമേരിക്കയിൽ നിന്ന് വലിയ സാമ്പത്തിക പാക്കേജുകൾ പാകിസ്ഥാന് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ഡീല് ജനങ്ങൾ എങ്ങനെ കാണുമെന്നതാണ് പ്രശ്നം.
ചുരുക്കം പറഞ്ഞാൽ പേടി. അതായത് ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാക് സൈന്യം ഗാസയിൽ കാവൽ നിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നാൽ മുനീറിനെ പാകിസ്ഥാനിലെ ജനങ്ങൾ വെറുതെ വിടുമോ? ഇമ്രാൻഖാന്റെ ആരാധകർ ഇപ്പോൾ തന്നെ മുനീറിനെ കാണുന്നത് ഒരു വില്ലനായിട്ടാണ്. ഗാസയിലേക്ക് സൈന്യത്തെ കൂടി അയച്ചാൽ അത് അദ്ദേഹത്തിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് സമാനമായിരിക്കും. അടുത്തത് ഇസ്ലാമിക വികാരമാണ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാണ്. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പാക് സൈന്യം ഗാസയിൽ പോകുന്നതെന്ന് തോന്നൽ ഉണ്ടായാൽ അത് പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലാപത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പ്. ഇമ്രാൻഖാന്റെ അനുയായികൾ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. മൂന്നാമതായി ഇസ്രായേൽ ബന്ധമാണ്. അമേരിക്ക പണം തരും, പക്ഷേ അതിന് പകരമായി പാകിസ്ഥാന്റെ അഭിമാനം പണയപ്പെടുത്തേണ്ടി വരും. ഇസ്രായേലിനെ ഒരു രാജ്യമായി പോലും അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രായേൽ സൈന്യവുമായി ചേർന്ന് ഗാസയിൽ ജോലി ചെയ്യുന്നത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യമായിരിക്കും. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിസ്ക് ആണ്. ഹമാസിനെ പോലെയുള്ള ഗ്രൂപ്പുകൾ പാക് സൈന്യത്തെ അവിടെ അംഗീകരിക്കുമോ എന്നുള്ള സംശയം. അതായത് ഗാസയിൽ പാക് സൈന്യം ചെന്നിറങ്ങിയാൽ അവർക്ക് പൂച്ചെണ്ടുകൾ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഹമാസിനെ സംബന്ധിച്ച് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം വരുന്ന ആരും അവർക്ക് ശത്രുക്കളാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിവെപ്പിനിടയിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടാൽ അത് മുനീറിന്റെ കസേര തെറിപ്പിക്കാൻ പോലും കാരണമാകും. മാത്രമല്ല, പാകിസ്ഥാനിൽ TTP പോലുള്ള ഭീകര സംഘടനകൾ സജീവമായ സാഹചര്യത്തിൽ സ്വന്തം രാജ്യം സംരക്ഷിക്കുന്നതിന് പകരം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് ഒരു വിഭാഗം വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇവിടെ പാകിസ്ഥാന്റെ കണ്ണു മുഴുവൻ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്ന സാമ്പത്തിക പാക്കേജിലാണ്. IMF-ൽ നിന്ന് കൂടുതൽ കടം വേണമെങ്കിൽ അമേരിക്കയെ അനുനയിപ്പിക്കണം. പക്ഷേ ഗാസയിലെ ചോരപ്പുഴയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് പാകിസ്ഥാന്റെ വിശപ്പ് മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ജനറൽ മുനീർ ഇപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിനും നടുവിലാണ്. അമേരിക്കയെ പിണക്കിയാൽ പട്ടിണി, ഗാസയിൽ പോയാൽ ആഭ്യന്തര കലാപം. ഇനി സൗദി അറേബ്യയും UAE-യും നിലവിൽ പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ശ്രദ്ധാപൂർവം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുനീർ സൈന്യത്തെ അയച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ പാകിസ്ഥാന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചേക്കാം. പക്ഷേ അത് ഇസ്രായേലുമായുള്ള രഹസ്യധാരണയായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ ഇസ്ലാമിക ലോകത്ത് പാകിസ്ഥാൻ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ജനറൽ അസീം മുനീർ ഇപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിനും നടുവിലാണ്. അമേരിക്കയെ പിണക്കിയാൽ സാമ്പത്തിക സഹായം നൽകും, ഗാസയിലേക്ക് പോയാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ശത്രുവാകും. ഏതായാലും ഈ നീക്കം പാകിസ്ഥാന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ പണം വാങ്ങി അറബിക്കടലിനപ്പുറത്തേക്ക് സൈന്യത്തെ അയക്കാൻ മുനീർ ധൈര്യം കാണിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. പാകിസ്ഥാന്റെ ഈ പുതിയ ബിസിനസ് വെഞ്ചർ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഈ നയതന്ത്ര ചതുരംഗത്തിൽ പാകിസ്ഥാൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ക്രിസ്മസ് വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകം ഒരു വിസ്മയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സാന്റക്ലോസിന്റെ നാട്ടിലെ മഞ്ഞുകൊട്ടാരങ്ങൾ സിനിമയിൽ മാത്രം കണ്ടവർക്കായി ഇതാ ചൈനയിൽ ഒരു അത്ഭുത ലോകം തുറന്നിരിക്കുകയാണ്. ചൈനയുടെ ഐസ് സിറ്റി എന്നറിയപ്പെടുന്ന ഹാർബിനിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ആൻഡ് സ്നോ തീം പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ക്രിസ്മസ് ആഘോഷിക്കാൻ ഇതിലും പെർഫെക്റ്റ് ആയ മറ്റൊരു സ്ഥലം വേറെ ഉണ്ടാകില്ല. മഞ്ഞിൽ തീർത്ത ഈ ഫെയറി ടെയിൽ വേൾഡിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചൈനയിലെ ഹിലോങ്ജിയാങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹാർബിനിലാണ് ഈ വിസ്മയം ഒരുങ്ങിയിരിക്കുന്നത്. ഇത്തവണത്തെ 27ാമത് ഹാർബിൻ ഐസ് സ്നോ വേൾഡ് ഇതിനകം തന്നെ ലോക റെക്കോർഡുകൾ തകർത്തിരിക്കുകയാണ്. 12 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ പാർക്ക് വ്യാപിച്ചു കിടക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് തീം പാർക്ക് എന്ന പദവി ഇനി ഹാർബിന് സ്വന്തം. ഐസ് ആൻഡ് സ്നോ ഫെയറി ടെയിൽ വേൾഡ് എന്നതാണ് ഇത്തവണത്തെ തീം. ഏകദേശം 4 ലക്ഷം ക്യൂബിക് മീറ്റർ ഐസും മഞ്ഞുമാണ് ഈ മഹാത്ഭുതം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രിയിൽ വർണ്ണാഭമായ ലൈറ്റുകൾ തെളിയുമ്പോൾ ഈ മഞ്ഞു കൊട്ടാരങ്ങൾ ഏതോ സ്വപ്ന ലോകത്ത് എത്തിയതുപോലെയുള്ള അനുഭൂതിയാണ് സന്ദർശകർക്ക് നൽകുന്നത്. ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ എത്തുന്നവർക്കായി വലിയൊരു വിരുന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വെറും ഒരു കാഴ്ച ബംഗ്ലാവല്ല ഇത്, മറിച്ച് ആവേശകരമായ ഒരുപാട് മത്സരങ്ങളുടെ വേദി കൂടിയാണിത്. ഇന്റർനാഷണൽ ഐസ് കൾച്ചർ കോമ്പറ്റീഷൻ ഇതിനോടകം കാഴ്ചക്കാരെ കീഴടക്കിയിരിക്കുകയാണ്. ലോക പ്രശസ്തരായ കലാകാരന്മാർ മഞ്ഞിൽ തീർക്കുന്ന അതിമനോഹരമായ ശില്പങ്ങൾ ഇവിടെ കാണാം. സ്നോ ഫുട്ബോൾ, ഐസ് ഹോക്കി മാച്ചുകൾ എന്നിവ പാർക്കിലെ പ്രധാന ആകർഷണങ്ങളാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ വമ്പൻ സംഗീത നിശകളും പാർക്കിനുള്ളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് സീസണിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഹാർബിനിലുള്ളത്. വെളുത്ത മഞ്ഞിൽ പൊതിഞ്ഞ വീഥികളും ഐസിൽ കൊത്തിയെടുത്ത വലിയ ക്രിസ്മസ് ട്രീകളും സന്ദർശകരെ ആവേശത്തിലാക്കുന്നു. വരാനിരിക്കുന്ന ഹാർബിൻ ഇന്റർനാഷണൽ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഈ പാർക്കിനുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. -ഡിഗ്രി തണുപ്പിലും സഞ്ചാരികളുടെ തിരക്ക് കൊണ്ട് ഈ മഞ്ഞു നഗരം ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട മഞ്ഞു കൊട്ടാരങ്ങളുടെ കഥകൾ നേരിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് കാലത്ത് ഹാർബിനിലേക്ക് ഒരു യാത്ര പോകാവുന്നതാണ്. പ്രകൃതിയും മനുഷ്യന്റെ സർഗാത്മകതയും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതമാണ് ഈ പാർക്ക്.
ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഡിസംബർ 18 ഖത്തർ ദേശീയ ദിനം ആഘോഷിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചു. ദോഹ കോർണിഷിലും ലുസൈലിലും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. MES ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂറ്റൻ മനുഷ്യ പതാക നിർമ്മിച്ച് ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലുസൈൽ ബോളിവുഡിലും കോർണിഷിലും വിപുലമായ പരേഡുകളും കായിക പ്രകടനങ്ങളും നടക്കും. UAE-യിൽ ഡീപ് ഫേക്ക് തട്ടിപ്പ് വർദ്ധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിച്ച് ആളുകളുടെ മുഖവും ശബ്ദവും കൃത്രിമമായി നിർമ്മിച്ച് പണം തട്ടുന്ന രീതി UAE-യിൽ 50% വർദ്ധിച്ചതായി സൈബർ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. പരിചയമുള്ളവർ വീഡിയോ കോളിൽ വന്ന് പണം ചോദിച്ചാൽ പോലും മറ്റ് മാർഗങ്ങളിലൂടെ സത്യാവസ്ഥ ഉറപ്പുവരുത്താതെ പണം നൽകരുതെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈന്റെ 54ാമത് ദേശീയ ദിനം അതിഗംഭീരമായി ആഘോഷിച്ചു. സാഖിർ കൊട്ടാരത്തിൽ ഹമദ് രാജാവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ പ്രമുഖർ പങ്കെടുത്തു. സൗദി അറേബ്യ, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ബഹ്റൈന് ആശംസകൾ നേർന്നു. UAE, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ ശൈത്യകാല മഴ ശക്തമായി തുടരുകയാണ്. ദുബായ്, ഷാർജ, അലൈൻ എന്നിവിടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയെ തുടർന്ന് പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഡിസംബർ 19 വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തബൂക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. റിയാദിലും ജിദ്ദയിലും മഴ പെയ്യുന്നതിനെ തുടർന്ന് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ സൗദി മന്ത്രാലയം വേഗത്തിലാക്കി. ഹജ്ജ് തീർത്ഥാടനത്തിനായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നുസൂക്ക് ആപ്പ് വഴി രജിസ്ട്രേഷൻ തുടരാമെന്ന് സൗദി അറേബ്യ അറിയിച്ചു. ഇത്തവണ തീർത്ഥാടകരുടെ ആരോഗ്യനിലയ്ക്ക് മുൻഗണന നൽകും. വൃക്ക രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ കടുത്ത അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത്തവണ അനുമതി നൽകില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നുസൂക്ക് ആപ്പ് വഴി രജിസ്ട്രേഷൻ നടപടികൾ ലളിതമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം US ഡോളറിനും മറ്റ് ഗൾഫ് കറൻസികൾക്കുമെതിരെ വീണ്ടും ഇടിഞ്ഞു. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ മൂലം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഗണ്യമായി ഇടിയുകയാണ്. ഒരു UAE ദിറത്തിന് 24.67 രൂപ വരെയായി വിനിമയ നിരക്ക് ഉയർന്നു. ഇത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ആഘോഷങ്ങളുടെയും ശൈത്യകാലത്തിന്റെയും തിരക്കിലാണ്. സൈബർ തട്ടിപ്പുകൾക്കെതിരെയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മഴയെക്കുറിച്ചും പ്രവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ച പ്രവാസികൾക്ക് സാമ്പത്തികമായി ചെറിയ ആശ്വാസവും നൽകുന്നു. വിടമറിയുന്ന ഓരോ വാർത്തയ്ക്കും പിന്നിൽ മനുഷ്യജീവിതത്തിന്റെ വലിയ പോരാട്ടങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അമേരിക്കയിലെ ആ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കാം. ചൈനയിലെ ആ മഞ്ഞുകൊട്ടാരങ്ങൾ നമുക്ക് പുതിയൊരു പ്രത്യാശ നൽകാം. നിയന്ത്രണങ്ങൾ കടുക്കുന്ന ലോകരാഷ്ട്രീയവും നടക്കുന്ന ക്രൈം വാർത്തകളും മഞ്ഞിൽ വിരിഞ്ഞ വിസ്മയങ്ങളും ഇതായിരുന്നു ഇന്നത്തെ ലോകം. രാഷ്ട്രീയ തന്ത്രങ്ങളും നയതന്ത്ര നീക്കങ്ങളും ലോകത്തെ മാറ്റിമറിക്കുമ്പോൾ ഇവയൊന്നും വെറും വാർത്തകളല്ല, നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന വലിയ മാറ്റങ്ങളാണ്, ലോകത്തിന്റെ സ്പന്ദനങ്ങളാണ്. ഓരോ വാർത്തയും നമുക്ക് നൽകുന്നത് പുതിയൊരു കാഴ്ചപ്പാടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.